നിരവധി ചരിത്ര യാഥാർത്ഥ്യങ്ങളുടെ സംഗമഭൂമികയാണ് പാലക്കാട് നഗരം. വാളയാർ ചുരങ്കടന്നെത്തിയ ഒരുപാട് ജനപദങ്ങളുടെ വൈവിധ്യമാർന്ന ജീവിത സംസ്കൃതിയും വൈജാത്യപൂർണമായ സാംസ്കാരിക സവിശേഷതകളും പാലക്കാട് നഗരത്തെ പ്രശോഭിതമാക്കുന്നു. ഇംഗ്ലീഷ് വൈദേശിക മേധാവിത്വത്തിൻ്റെ കുതിരക്കുളമ്പടികളും വാളുകളുടെ ശീൽക്കാരങ്ങളും പീരങ്കികളിൽ നിന്ന് തീതുപ്പിയ വെടിയൊച്ചകളും നാട്ടുരാജാക്കന്മാരുടെ പരസ്പരമുള്ള പോർവിളികൾക്കിടയിലുള്ള ടിപ്പുവിൻ്റെ പടയോട്ടവും ഈ നഗരത്തെ പ്രകമ്പനം കൊള്ളിച്ച കാലമുണ്ടായിരുന്നു. 160 വയസ്സ് പിന്നിട്ട ഈ നഗരമുത്തശ്ശി ഇന്നും ലാവണ്യവതിയായി പ്രൗഢിയോടെ തലയുയർത്തി നിൽക്കുന്നു. വിക്ടോറിയ രാജ്ഞിയുടെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന പാലക്കാട് ഗവൺമെൻറ് വിക്ടോറിയ കോളേജ് മുതൽ മലമ്പുഴ വരെയുള്ള 100 ഫീറ്റ് റോഡ് പ്രഭാതത്തിലും സായന്തനത്തിലും നടക്കാറുള്ള 1000-ലധികം നടത്തക്കാരുടെ സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഇഴയടുപ്പമുള്ള ഇടമായി മാറിയിരിക്കുന്നു. ഗവൺമെൻറ് വിക്ടോറിയ കോളേജ് മുതൽ മാട്ടുമന്ത വരെയുള്ള 100 ഫീറ്റ് റോഡ് 1991 മാർച്ച് 10-നാണ് പിറവിയെടുത്തത്. അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പാലക്കാട് നഗരസഭ നടപ്പാതയും സൈക്കിൾ ട്രാക്കും യാഥാർത്ഥ്യമാക്കിയതോടെ ഈ റോഡിൻ്റെ മുഖഛായ മാറുകയായിരുന്നു. ദിനംപ്രതി വളർച്ചയുടെ പടവുകളിലൂടെ സഞ്ചരിക്കുന്ന ഈ റോഡിലൂടെ നടക്കുന്നവരുടെ കൂട്ടായ്മ ഉണ്ടാവണമെന്ന നിരവധി പേരുടെ ആഗ്രഹ സാക്ഷാത്കാരത്തിൻ്റെ ഭാഗമായി 2025 ജൂലൈ 13-നാണ് 100 ഫീറ്റ് വാക്കേഴ്സ് ക്ലബ് എന്ന സംഘടന പിറന്നു വീണത്. 50ഓളം പേർ ഒത്തുചേർന്ന രൂപീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ പാലക്കാട് നഗരസഭാ ചെയർപേഴ്സണായിരുന്ന പ്രമീള ശശിധരനായിരുന്നു. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ക്രിയാത്മകമായ ഒട്ടേറെ പ്രവർത്തന പരിപാടികൾ ആസൂത്രണം ചെയ്ത സംഘടനയുടെ പ്രഥമ പ്രസിഡന്റായി MS ദാസ് മാട്ടുമന്ത, സെക്രട്ടറിയായി പത്മാക്ഷൻ പയ്യൂർ, ട്രഷററായി P ശിവശങ്കരൻ, രക്ഷാധികാരികളായി മുൻ നഗരസഭാധ്യക്ഷ പ്രമീള ശശിധരൻ, മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ P പ്രേംനാഥ്, TG രഘുനാഥ്, സംഘടനയുടെ വൈസ് പ്രസിഡന്റുമാരായി MV ശിവൻ വാര്യർ, V ഹേമലത, ജോയിന്റ് സെക്രട്ടറിമാരായി M ചന്ദ്രൻ, രാജ് DN, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായി VP വേണുഗോപാലൻ, തെക്കീട്ടിൽ സേതുമാധവൻ, K സപ്നരാജ്, R സുഭാഷ്, KA സന്തോഷ്, ദീപം സുരേഷ്, C മുരളി, V മോഹൻ, B ശ്യാംകുമാർ, K ഗോപൻ എന്നിവരെ ഭാരവാഹികളായി തെരഞ്ഞെടുത്തു. 1960-ലെ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം 2025 ഓഗസ്റ്റ് 13-ന് ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്ത 100 ഫീറ്റ് വാക്കേഴ്സ് ക്ലബിൻ്റെ എക്സിക്യൂട്ടീവ് അംഗം K സപ്നരാജ് സമ്മാനിച്ച ചുവടുകൾ കൂട്ടുമ്പോൾ സൗഹൃദം വളരുന്നു എന്ന ആപ്തവാക്യവുമായി നമ്മുടെ ക്ലബിൻ്റെ ലോഗോ യാഥാർത്ഥ്യമായി. കഴിഞ്ഞ ഒരു വർഷത്തിനകം ഒരേ മനസ്സോടെ നമ്മൾ നടത്തിയ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സാമൂഹ്യ പ്രതിബദ്ധതയുടെയും അഭിമാനകരമായ കർമ്മപഥത്തിലൂടെയുള്ള ദൃശ്യഭാഷയിലൂടെ നമുക്ക് സഞ്ചരിക്കാം. പ്രിയമുള്ളവരെ, വളരെയധികം സന്തോഷമുള്ള മുഹൂർത്തത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. നമ്മളെല്ലാവരും ഒന്നാം പെരുന്നാളിലാണ്
ഇപ്പോൾ ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. സ്വാഭാവികമായും ഒരു സംഘടനയുടെ പിറന്നാൾ എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും ചേതോഹരമായ മുഹൂർത്തമാണ്. തീർച്ചയായും പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് മുതൽ മാട്ടുമന്ത ജംഗ്ഷൻ വരെയുള്ള 100 ഫീറ്റ് വാക്കേഴ്സ് ക്ലബ് എന്ന സംഘടന, ആ നടത്തക്കാരുടെ സംഘടനയായ 100 ഫീറ്റ് വാക്കേഴ്സ് ക്ലബിന്റെ 1ാം പിറന്നാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഒരു കൂട്ടായ പ്രയത്നമാണ് ഇതിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഏറ്റവും കൂടുതൽ കരുത്ത് പകരുന്നത്. ഈ സംഘടന ഒരു പിറന്നാൾ ആഘോഷിക്കുമ്പോൾ നമുക്കെല്ലാം തന്നെ വളരെയധികം ചാരിതാർത്ഥ്യമുള്ള മുഹൂർത്തമാണിത്. ഒരുപാട് കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഒരു വർഷത്തിനിടയിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ റോഡിന്റെ വികസനത്തിന് വേണ്ടി ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു. പ്രതിമാസ പരിപാടികൾ, ഉത്സവങ്ങൾ, ജാതിയുടെയും മതത്തിന്റെയും ഒന്നും വേലിക്കെട്ടുകളില്ലാതെ മതസൗഹാർദ്ദത്തിന്റെ മഹനീയ മന്ത്രം ഓതുന്ന ഒരേ മനസ്സായിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഉത്സവങ്ങളെല്ലാം തന്നെ, അത് ഏത് ഉത്സവങ്ങളാണെങ്കിലും ആ ഉത്സവങ്ങളെല്ലാം തന്നെ വളരെ നയനമനോഹരമാക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ലേഡീസ് വിങ്, അതുപോലെ തന്നെ അവരുടെയൊക്കെ ഒരു പ്രവർത്തനം വളരെയധികം ശ്ലാഘനീയമാണ്. തീർച്ചയായും നമ്മുടെ പ്രവർത്തന പദം, ഒരു വർഷത്തെ നമ്മുടെ പ്രവർത്തന പദത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ പ്രവർത്തന പദങ്ങളിലൂടെ നമ്മൾ നയിക്കുന്നത് നമ്മുടെ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ പത്മാക്ഷൻ പയ്യൂരാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ നമുക്ക് സഞ്ചരിക്കാം. ശ്രീ പത്മാക്ഷൻ പയ്യൂർ, താങ്കൾ ഈ 100 ഫീറ്റ് വാക്കേഴ്സ് ക്ലബിന്റെ സെക്രട്ടറിയാണ്, ഞാൻ പ്രസിഡന്റാണ്. സ്വാഭാവികമായും നമ്മൾ ഒരു വർഷത്തെ പ്രവർത്തനമാണ് അംഗങ്ങളുടെ മുന്നിൽ വെക്കുന്നത്. സ്വാഭാവികം ഒരു 400ഓളം അംഗങ്ങളുമായി നമ്മുടെ സംഘടന വളരെ വിജയകരമായ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. ഇങ്ങനെ ഒരു വിജയം, അല്ലെങ്കിൽ ഇത്രയും ആളുകളുടെ ഒരു അഭൂതപൂർവമായ ഒരു പിന്തുണ താങ്കൾ സെക്രട്ടറി എന്നുള്ള നിലയിൽ താങ്കൾ പ്രതീക്ഷിച്ചിരുന്നതാണോ? 28 വർഷമായിട്ട് ഞാൻ ഇന്ത്യക്ക് പുറമേ ആയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് 26 രാജ്യങ്ങളോളം സന്ദർശിക്കാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടി. കഴിഞ്ഞ 3 വർഷക്കാലമായിട്ട് ഞാൻ ഇവിടെ തിരിച്ച് ഇന്ത്യയിൽ വന്ന് സെറ്റിൽ ചെയ്യാണ്. അപ്പോൾ ഈ സമയത്ത് എപ്പോഴും എനിക്ക് 100 ഫീറ്റിൽ കൂടെ നടക്കാനുള്ള ഒരു പ്രയോജനമുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ സ്വാഭാവികമായിട്ടും നടത്തത്തിന് വേണ്ടി പോകുന്ന സമയത്ത് ഇത്രയും നല്ലൊരു പ്രദേശം, അതായത് റോഡിൻ്റെ 2 വശങ്ങളും എപ്പോഴും നമുക്കൊരു ഭംഗിയായി ഒരു പൊതുവേദി വൃത്തിയായി സംരക്ഷിക്കണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിലെടുത്തുണ്ടായിരുന്നു. ഇത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു സ്വപ്നമാണ്. ആ ഒരു സ്വപ്നം, നമ്മളെപ്പോഴും ഒരു സ്വപ്നം കാണുമ്പോഴാണ് അത് യഥാർത്ഥത്തിലേക്ക് നയിക്കാനുള്ള ഒരു പ്രചോദനം നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ സ്വപ്നം 1-2 വർഷം എന്നും എൻ്റെ ചിന്തകൾ വന്നുകൊണ്ടേ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം നമ്മുടെ എക്സ്, ഇപ്പോഴത്തെ പഴയ ട്വിറ്റർ, അതിൻ്റെ ഏറ്റവും വലിയ ഓണറാണ് എലോൺ മസ്ക്. എലോൺ മസ്കിൻ്റെ വരികളെ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഒരു കാര്യം നമുക്ക് 3 ദിവസം കൊണ്ട് ചെയ്യാം, 3 വർഷം കൊണ്ട് ചെയ്യാം, 30 വർഷം കൊണ്ടും ചെയ്യാം. അപ്പോൾ ഇത് തുടങ്ങുന്നതിനുള്ള സമയവും നമ്മുടെ ആത്മാർത്ഥതയുമാണ് അതിനുള്ള ഈ വ്യക്തമായിട്ടുള്ള കാര്യം. ഈ കാര്യം ജൂലൈ 2-ാം തീയതിയോടുകൂടി എൻ്റെ മനസ്സിലോട്ട് വെറുതെ വരാൻ തുടങ്ങി. കാരണം 3 ദിവസം കൊണ്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തി നമ്മൾ എന്തിനാണ് ഇങ്ങനെ വൈകിച്ചുകൊണ്ടേ ഇരിക്കുന്നത് എന്നുള്ളൊരു തോന്നലോ. അന്നാണ് 2-ാം വാരത്തിൽ നമ്മൾ വളരെ കൃത്യമായിട്ട് നമ്മൾ ഓർക്കേണ്ട 2 വ്യക്തികളുണ്ട്. അതൊന്ന് നമ്മുടെ അന്നത്തെ നഗരസഭ ചെയർപേഴ്സണായിട്ടുള്ള പ്രമീള ചേച്ചി, അതുമാതിരി തന്നെ എൻ്റെ സുഹൃത്ത് ശിവൻ വാര്യർ. ഇവർ 2ആളായിട്ടാണ് ഞാൻ കൂടുതൽ ആശയവിനിമയം നടത്തിയത്. അന്ന് പ്രമീള ചേച്ചി പറഞ്ഞത്, ഒരു ബുക്ക് എടുക്കൂ, അതിൽ ആൾക്കാരുടെ ലിസ്റ്റെല്ലാം എഴുതി, അതിനുശേഷം നമുക്ക് ആ ആൾക്കാരെ കൂടി സംഘടിപ്പിച്ചിട്ടാണ് ഇത് തുടങ്ങുന്നത്. ഇതിന് വളരെ നല്ലൊരു സപ്പോർട്ടാണ് ശിവൻ വാര്യർ നൽകിയത്. അതിന് ഭാഗമായിട്ടാണ് നമ്മൾ അവിടെ വന്ന് എല്ലാവരുടെയും പേരെഴുതിയെടുക്കാനായതും അതിനുശേഷം നമ്മൾ ഇതൊരു സ്വപ്ന സാക്ഷാത്കാരം എന്ന് തന്നെയാണ് എൻ്റെ വാക്കുകളിൽ പറയാനുള്ളത്. 100 ഫീറ്റ് വാക്കേഴ്സ് ക്ലബിന്റെ ഏറ്റവും ശ്രദ്ധേയമായ പ്രാരംഭം കുറിച്ചിട്ടുള്ള ആദ്യ പ്രവർത്തനം എന്ന് പറയുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ജാജ്വല്യമാനമാർന്ന ആവേശം രാജ്യം മുഴുവൻ അനുരണനങ്ങൾ നിറയുന്ന ഓഗസ്റ്റ് 15 ആ ഓഗസ്റ്റ് 15 നമ്മുടെ സംഘടനയുടെ ആദ്യ പ്രവർത്തനത്തിന് നമ്മൾ തുടക്കം കുറിച്ചത്. സ്വാതന്ത്ര്യ ദിന നടത്തമായിരുന്നു. ആ നടത്തത്തോടു കൂടിയാണ് നമ്മൾ നമ്മുടെ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത്. അതോടൊപ്പം തന്നെ തൊട്ട മാസം വന്നിട്ടുള്ള ഓണത്തിന് എല്ലാവരുടെയും മതേതര സംസ്കാരത്തിന്റെ, ജാതിയുടെയും മതത്തിന്റെയും ഒന്നും വേലിക്കെട്ടുകളില്ലാതെ ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ഒക്കെ പ്രതിരൂപമാണ് ഓണം. ആ ഓണം നമ്മൾ അതിഗംഭീരമായിട്ട് ആഘോഷിക്കുകയുണ്ടായി. സ്വാഭാവികമായിട്ടും ഈ ഒരു ആഘോഷങ്ങൾ എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? ആദ്യത്തെ പരിപാടി ആയതുകൊണ്ട് തന്നെ അതിന് വളരെ അധികം നമുക്കൊരു ഉത്സാഹവും കൂടെ തന്നെ നമുക്കൊരു ഉത്കണ്ഠയും ഉണ്ടായിരുന്നു. കാരണം ഇത് ഏത് വിധത്തിൽ പോകും, കാരണം നമ്മൾ കുറച്ച് ആൾക്കാരെ വിളിക്കുമ്പോൾ എത്ര ആൾക്കാർ അവിടെ വരും,
ഇതിനെപ്പറ്റിയൊന്നും നമുക്ക് വ്യക്തമായ ധാരണകളില്ല. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായ ഒരു ആഘോഷമാണ്. നമുക്കത് കയ്യിൽ വന്ന ഭാഗ്യമാതിരിയിട്ടായിരുന്നു ജൂലൈ കഴിഞ്ഞ വഴി നമുക്ക് ഓഗസ്റ്റ് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ പറ്റിയത്. പറയാതിരിക്കാൻ വയ്യ, നമ്മളുടെ പ്രസിഡന്റിൻ്റെ എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും അതുമായിട്ടുള്ള നിർദ്ദേശങ്ങളും ഗൈഡ് ലൈൻസിനും അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങളും എല്ലാം അദ്ദേഹം പ്രകടിപ്പിക്കാറുള്ളത് കൊണ്ട് നമുക്ക് അതൊരു ടീമായി പ്രവർത്തിക്കുമ്പോൾ നമ്മളത് വളരെ സന്തോഷകരമായിട്ട് മാത്രമേ കാണാറുള്ളൂ. രണ്ടാമതായിട്ട് വന്നതാണ് ഓണാഘോഷം നമ്മളിതെങ്ങനെ സംഘടിപ്പിക്കുന്നു എന്നാലോചിച്ചപ്പോൾ നമ്മുടെ ലേഡീസ് വിങ് ആണ് അതിന്, പ്രത്യേകിച്ച് സ്വപ്ന, ലത ചേച്ചി, ഇവരുടെ സുചിത, ഇവരുടെയൊക്കെ കാര്യങ്ങൾ നമുക്ക് എടുത്തു പറയേണ്ടതാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നതിനെക്കാട്ടിലും കൂടുതലായിട്ടാണ് അവിടെ പൂക്കളങ്ങൾ, അതുമാതിരിട്ട് തന്നെ ട്രഡീഷണൽ ഡ്രസ്സുകൾ, ഓണ നടത്തം, അതുമാതിരിട്ട് തന്നെ അന്ന് ചന്ദ്രൻജിയുടെ കോൺട്രിബ്യൂഷൻ പറയാതിരിക്കാൻ പറ്റില്ല. നമ്മുടെ ജോയിന്റ് സെക്രട്ടറി അന്ന് മറ്റുള്ള പാലട പായസം, അതിന് പുറമെ സംഗീത വിരുന്ന്, ഇതെല്ലാം സുനിത മേനോന്റെ സുനിത നെടുങ്ങാടിയുടെ ഗസൽ പറയാതിരിക്കാൻ വയ്യ. വളരെ എന്നും ഓർമ്മ വയ്ക്കുന്ന സംഭവങ്ങളായിരുന്നു ഓണത്തിനുണ്ടായിരുന്നത്. 2025 ഓഗസ്റ്റ് 15 100 ഫീറ്റ് വർക്കേഴ്സ് ക്ലബിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച ദിനമായിരുന്നു. ഇംഗ്ലീഷ് വൈദേശിക മേധാവിത്വത്തിനെതിരെ പടപൊരുതി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിൻ്റെ ധീരസ്മരണകൾ ഉണർത്തുന്ന സ്വാതന്ത്ര്യദിനത്തിൽ ക്ലബ്ബ് നടത്തിയ സ്വാതന്ത്ര്യദിന നടത്തം പുതുമയുള്ള അനുഭവമായി മാറുകയായിരുന്നു. പാലക്കാട് നഗരസഭാ ചെയർപേഴ്സണായിരുന്ന പ്രമീള ശശിധരനാണ് മാട്ടുമന്തയിൽ നിന്ന് ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് ജംഗ്ഷനിലേക്ക് ക്ലബ്ബ് നടത്തിയ സ്വാതന്ത്ര്യദിന നടത്തം ഉദ്ഘാടനം ചെയ്തത്. ഐശ്വര്യത്തിന്റെയും സ്നേഹത്തിന്റെയും സഹോദര്യത്തിന്റെയും ഓണാഘോഷം വേറിട്ട അനുഭവമായി മാറിയിരുന്നു. നമ്മുടെ സഹോദരിമാർ ചിന്മയ ക്ഷേത്രത്തിന് സമീപം പൂക്കളമൊരുക്കിയത് നയനമനോഹരമായ കാഴ്ചയായിരുന്നു. സ്ത്രീകളും പുരുഷന്മാരും ഓണക്കോടിയണിഞ്ഞ് അണിനിരന്ന ഓണനടത്തവും തുടർന്നുള്ള പായസ വിതരണവും ആഹ്ലാദകരമായിരുന്നു. ഓണാഘോഷം ഉദ്ഘാടനം ചെയ്ത പ്രശസ്ത ഗസൽ ഗായിക സുനിത നെടുങ്ങാടിയുടെ ഓണപ്പാട്ടുകൾ ഏറെ ഹൃദ്യമായിരുന്നു. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ഒരു പരിപാടി, ഒരു സെക്കൻഡ് സ്റ്റേജിലെ പരിപാടി എന്ന് പറയുന്നത് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിലാണ് നമ്മൾ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനത്തിന് തുടക്കം കുറിച്ചത്. സ്വാഭാവികമായിട്ട് അതൊരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള നമ്മുടെ സംഘടനയുടെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു പ്രവർത്തനമായിരുന്നു. വല്ലാത്തൊരു ഫീഡ്ബാക്ക് ആണല്ലോ ഈ സംഘടനയ്ക്ക് പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞം സമ്മാനിച്ചത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇത്രയധികം ആളുകൾ, 300-ലധികം ആളുകൾ, ഏകദേശം 400ഓളം അംഗങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന നമ്മുടെ സംഘടനയുടെ അംഗങ്ങൾ തമ്മിലുള്ള പരസ്പരമുള്ള ഒരു സ്നേഹബന്ധം, ആരാണ് എന്താണ് എന്നറിയാനുള്ള ഒരു ആകാംക്ഷ, അല്ലെങ്കിൽ എന്നും രാവിലെയും വൈകുന്നേരവും നമ്മൾ നടക്കുമ്പോൾ അവരുമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ്, അത് കൂടുതൽ സുദൃഢമാക്കാനാണ് നമ്മൾ സ്നേഹസംഗമം നടത്തിയത്. ആ സ്നേഹസംഗമവും അതിഗംഭീരമായിരുന്നു. അതിന് തൊട്ട മാസം വന്നിട്ടുള്ള ക്രിസ്മസ് ആഘോഷം, ലോകം മുഴുവൻ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നമ്മുടെ സംഘടനയും കേക്ക് മുറിച്ചുകൊണ്ട് ക്രിസ്മസ് ആഘോഷിച്ചു. ഈ ഒരു കൂട്ടായ്മയെ സെക്രട്ടറി എന്ന നിലയിൽ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനത്തിനെ പറ്റിയിട്ട് പറയുമ്പോൾ 1-2 വാക്കുകൾ കുറച്ചുകൂടി ബാക്ക്വേർഡായിട്ട് പറയേണ്ട ഒരു സാഹചര്യമുണ്ട്. കാരണം നമ്മൾ ജൂലൈ 13-ാം തീയതി ഈ ക്ലബ്ബ് ഇവിടെ തുടങ്ങുന്ന സമയത്തിൽ നടപ്പാതകളിൽ ചില സ്ഥലങ്ങളിൽ നടക്കാനുള്ള വളരെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. കാരണം അന്നത്തെ സാഹചര്യത്തിൽ ഒരുപാട് പുല്ലുകളും അതുമാതിരിട്ട് തന്നെ മരങ്ങളുടെ ഷെയ്ഡുകൾ കൊണ്ട് ആൾക്കാർക്ക് നടക്കാൻ പറ്റാത്ത ഒരു അതിദയനീയമായ ഒരു അവസ്ഥ അന്നുണ്ടായിരുന്നു. അന്ന് അന്നത്തെ ചെയർപേഴ്സണായ പ്രമീള ചേച്ചിയോട് നമ്മൾ പറഞ്ഞത് വഴി അവരപ്പം തന്നെ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നുള്ള ആൾക്കാരെ ആൾമോസ്റ്റ് 3 മാസത്തോളം വിട്ട് ആ ഏരിയകളെല്ലാം വളരെ ഭംഗിയാക്കി. അതിനുശേഷമായിരുന്നു നടപ്പാതകളിലുള്ള പല പ്രശ്നങ്ങളും നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ തന്നെ ഒരു ലാഡർ, നമ്മളുടെ തന്നെ ഒരു മെമ്പറായ ഒരാൾ ലാഡർ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു.
നമ്മൾ വളരെ സൗഹാർദ്ദപരമായ ഇടപെടലിലൂടെ ആ ലാഡർ അവർ തിരിച്ച് മാറ്റിവെച്ചു. അതിനുശേഷം തന്നെയാണ് കേബിളുകൾ വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കേബിളുകൾ നമ്മളുടെ തന്നെ ആയിട്ടുള്ള ദീപം സുരേഷ് എന്ന് പറയുന്ന എക്സിക്യൂട്ടീവ് മെമ്പർ മരത്തിൻ്റെ മുകളിൽ കയറി നിന്നിട്ടാണ് അതിനെ കട്ട് ചെയ്തത്. അത് കാണിക്കുന്നത് ആത്മാർത്ഥതയാണ്. ഒരു സാധനം കട്ട് ചെയ്തു എന്നുള്ളതല്ല, അതിൻ്റെ ആത്മാർത്ഥതയാണ് കാണിക്കുന്നത് ആ ക്ലബിലുള്ള മെമ്പേഴ്സിൻ്റെ. അപ്പോൾ ഇതുമാതിരി തന്നെയാണ് അവിടെ ഒരു കേബിൾ ആൾക്കാരുടെ കാലിലോട്ട് കയറുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കേബിളിനെ അദ്ദേഹം തന്നെ വന്ന് കട്ട് ചെയ്ത് ലെവലാക്കി ആൾക്കാർ വീഴാത്ത വിധത്തിലാക്കി. ഇപ്പോൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ആ ഏരിയയിൽ ടയർ വെച്ചിട്ടുണ്ട്. കാരണം ഭംഗിയായിട്ടുള്ള വിധത്തിൽ ടയർ പെയിൻ്റ് അടിച്ച് വൃത്തികേടായിരുന്ന ഏരിയകളെ നമ്മൾ ഭംഗിയാക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ചപ്പാത്തി കമ്പനിയുടെ ഭാഗത്ത് എടുത്ത് നോക്കൂ. ചപ്പാത്തി കമ്പനിയുടെ ഭാഗത്ത് എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ ഹോൾസും അതുമാതിരി തന്നെ റാറ്റുകളെല്ലാം പോകുന്ന ഒരു സ്ഥലമായിരുന്നു. ഈ സ്ഥലത്തിന് ഇപ്പോൾ ചപ്പാത്തി കമ്പനി തന്നെ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ പാട്രൺ പ്രേംനാഥ് സാറിൻ്റെ കോൺട്രിബ്യൂഷൻ അതിൽ വളരെ കൂടുതലാണ്. അദ്ദേഹം അതിന് ഒരുപാട് പ്രാവശ്യം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം തന്നെ ഞങ്ങളും മുൻകൈ എടുത്ത് ഈ കാര്യങ്ങൾ ചെയ്യും. അതുമാതിരി തന്നെയാണ് പല സമയത്തും പാർക്കിങ്ങുകൾ, പല ഗവൺമെൻറ് റിലേറ്റഡ് ഇഷ്യൂസ്, പ്ലസ് നമ്മുടെ മുനിസിപ്പാലിറ്റി ആയിട്ടുള്ള നമ്മളുടെ മെമ്മോറാണ്ടം കൊടുത്തത്, ഇങ്ങനെ ഒരു ക്ലബിന് വേണ്ട, ആവശ്യത്തിന് വേണ്ട, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പല കാര്യങ്ങളും നമ്മുടെ ക്ലബ്ബ് ഏറ്റെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെയുള്ള ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം അത് അതിഗംഭീരമായിരുന്നു. കാരണം അന്ന് മുനിസിപ്പാലിറ്റിയിലുള്ള എല്ലാ സ്റ്റാഫും അവിടെ വന്ന് നിന്നിട്ടുള്ള നമ്മളുടെ ചില ആൾക്കാർ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലുപരി അവർ പ്ലാസ്റ്റിക് ബാഗുകളും കാര്യങ്ങളും എടുത്ത് 15 ബാഗാണ് അന്ന് കളക്ട് ചെയ്ത് മുനിസിപ്പാലിറ്റിക്ക് കൊടുത്തത്. അത് പറയാതിരിക്കാൻ പറ്റും. സ്നേഹസംഗമം എന്ന് പറയുന്നത് 100 ഫീറ്റ് വാക്കേഴ്സ് ക്ലബ് എന്ന് പറയുന്നത് തന്നെ ഒരു ഫാമിലി ആയിട്ടുള്ളതാണ്. അപ്പോൾ ഒരു ഫാമിലി സംഗമം എന്ന് പറയുന്നത് അന്നത്തെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സൗഹൃദം പങ്കുവെച്ചതും ഓരോരുത്തരും അവരെ പറ്റിയിട്ടുള്ള അവരുടെ കാര്യങ്ങൾ പറഞ്ഞതും മനസ്സൊന്നും ഇപ്പോഴും പോകുന്നില്ല. അതിലൂടെ നമ്മൾ ഒരുപാട് ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്തു, പരിചയപ്പെട്ടു. വളരെ നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു. നമ്മളുടെ ഒരു സംഘടന എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു കാഴ്ചപ്പാട് നമ്മൾ ബൈലായിൽ ഉണ്ടാക്കിയിട്ടുള്ളത് മതേതരമായിട്ടുള്ള കാഴ്ചപ്പാടുകളാണ്. ഈ കാഴ്ചപ്പാടുകളിൽ പടുത്തുയർത്തിയ നമ്മുടെ ക്ലബിൻ്റെ അടിസ്ഥാനം നിലനിർത്തുന്നതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമായിരുന്നു ക്രിസ്മസ് സെലിബ്രേഷൻസ്. നമ്മൾ കൊണ്ടുവന്ന കേക്ക് ആദ്യം നമ്മൾ 2 കിലോ കേക്കാണ് പറഞ്ഞത്, അത് 4 കിലോ ആക്കി. കാരണം ആൾക്കാർ കൂടുതൽ വന്നാൽ തികയാതെ വരരുത്. എല്ലാം നന്നായി പോയിട്ടുണ്ടായിരുന്നു. ആഘോഷത്തിന്റെ വർണ്ണപ്പൊലിമയുമായി മുന്നോട്ടു പോകുന്നതിനിടയിലാണ് നൂറടി റോഡിലെ ചപ്പുചവറുകളും മാലിന്യങ്ങളും മാറ്റി നടപ്പാത ക്ലീനാക്കണമെന്നാവശ്യപ്പെട്ട് നമ്മുടെ സംഘടന പാലക്കാട് മുനിസിപ്പൽ അധികൃതർക്ക് 2025 സെപ്റ്റംബർ 19 നിവേദനം സമർപ്പിച്ചത്. വിവിധ ഘട്ടങ്ങളിലായി മുനിസിപ്പാലിറ്റി ആരോഗ്യ വിഭാഗം നമ്മുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് നടപ്പാത ഉപയോഗയോഗ്യമാക്കുകയും ചെയ്തു. ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് മുതൽ മാട്ടുമന്ത വരെയുള്ള റോഡിലെ പ്ലാസ്റ്റിക് മാലിന്യം നീക്കം ചെയ്യുന്ന 1 വർഷം നീണ്ടു നിൽക്കുന്ന പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞത്തിന്റെ ആദ്യഘട്ടം വിക്ടോറിയ കോളേജ് മുതൽ പുത്തൂർ ചന്ത ജംഗ്ഷൻ വരെ 2025 ഒക്ടോബർ 7 നടത്തിയത്. എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്തം എന്ന സന്ദേശത്തോടെ നടത്തിയ അംഗങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞം ജില്ലാ പോലീസ് സൂപ്രണ്ട് അജിത് കുമാർ IPS ആണ് ഉദ്ഘാടനം ചെയ്തത്. രാവിലെയും വൈകിട്ടും നടക്കുന്നവരാണെങ്കിലും പരസ്പരം പരിചയപ്പെടുന്നതിന് വേണ്ടി നെടുങ്ങോട്ടിൽ ഓഡിറ്റോറിയത്തിൽ ക്ലബ്ബ് നടത്തിയ സ്നേഹസംഗമം ശ്രദ്ധേയമായിരുന്നു. ജീവിതത്തിൽ ഫിസിക്കൽ ടെൻഷൻ ഒഴിവാക്കാൻ നടത്തം അനിവാര്യമാണെന്ന് സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്ത പ്രശസ്ത ചലച്ചിത്ര താരം രാജേഷ് ഹെബ്ബാർ വിലയിരുത്തി. 2025 ഡിസംബർ 25 ക്ലബ്ബ് നടത്തിയ ക്രിസ്തുമസ് ആഘോഷം സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും അനുഭവവേദ്യമായ പ്രതിഫലനമായി മാറി. ക്ലബ്ബിലെ മുതിർന്ന അംഗം ഡോക്ടർ CS വാര്യർ കേക്ക് മുറിച്ചാണ് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തത്. चलते चलते मेरे गीत याद रखना, कभी अलविदा ना कहना, कभी अलविदा ना कहना.
ജനുവരി 1 പുതുവർഷ സംഗമം നമ്മൾ അതിഗംഭീരമായിട്ട് ആഘോഷിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെയാണ് ജനുവരി 26, നമ്മുടെ രാജ്യം റിപ്പബ്ലിക് ആയിട്ടുള്ള ദിവസമാണ് ജനുവരി 26. ആ ജനുവരി 26 നമ്മുടെ സോഷ്യൽ കമ്മിറ്റ്മെന്റിന്റെ ഭാഗമായിട്ടാണ് മാട്ടുമന്തയിൽ നിന്ന് ചന്ത ജംഗ്ഷൻ വരെ നടത്തിയ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞം ഏറ്റവും ശ്രദ്ധേയമായിരുന്നു. അതോടൊപ്പം തന്നെ മാർച്ച് 10 നടത്തിയിട്ടുള്ള ഈ നമ്മുടെ റോഡിന്റെ പിറന്നാൾ 1991 മാർച്ച് 10 വിക്ടോറിയ കോളേജ് മുതൽ മാട്ടുമന്ത വരെയുള്ള നമ്മുടെ 100 ഫീറ്റ് റോഡ് പിറവിയെടുക്കുന്നത്. ആ റോഡിന്റെ പിറന്നാൾ നമ്മൾ ആഘോഷിക്കുകയുണ്ടായി. ഒരുപക്ഷെ മറ്റൊരു സംഘടനയ്ക്കും ഇല്ലാത്ത ഒരു സൗഭാഗ്യമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കേരളത്തിൽ ഉണ്ടോയെന്ന് അറിയില്ല. കാരണം വെച്ചാൽ ഒരു റോഡിന്റെ പിറന്നാൾ ആഘോഷിക്കുന്ന ഒരു സംഘടന എന്ന് പറയുന്നത് അത് ഒരുപക്ഷെ നമുക്ക് മാത്രമായിരിക്കാം ആ സൗഭാഗ്യം നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മതേതര സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള റമദാൻ ആഘോഷം. ഇലക്ഷൻ നടക്കുന്ന സമയമായതുകൊണ്ട് 3 രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾ, BJPയുടെ ശോഭാ സുരേന്ദ്രൻ, അതുപോലെ തന്നെ UDFന്റെ നിലവിൽ ഇപ്പോൾ MLA ആയിട്ടുള്ള രമേശ് പിഷാരടി, അതുപോലെ LDFന്റെ സാരഥിയായിട്ടുള്ള NMR റസാഖ്, ഈ 3 സ്ഥാനാർത്ഥികളും നമ്മുടെ ആ റമദാൻ ആഘോഷ ചടങ്ങിൽ പങ്കെടുക്കുകയുണ്ടായി. ഇതോടുകൂടി വല്ലാത്തൊരു ഫീഡ്ബാക്കാണ് പൊതുജനങ്ങളുടെ ഇടയിൽ നമ്മുടെ സംഘടനയ്ക്ക് ലഭിച്ചത്. മീഡിയാസിന്റെ ഒരു അറ്റൻഷൻ കൂടെ നമുക്ക് ലഭിച്ചിരുന്നു. ഈ ഒരു പ്രവർത്തനങ്ങളെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ജനുവരി 1 പ്രോഗ്രാമിനെ പറ്റി പറയാതിരിക്കാനേ പറ്റില്ല. കാരണം അതില് പ്രണവൻ ശശി വന്നതും അദ്ദേഹത്തിന്റെ സംഗീതങ്ങളും കൂടെ അന്ന് നമ്മൾ എടുത്തിട്ടുള്ള ന്യൂ ഇയർ സന്ദേശങ്ങൾ ലൈറ്റ് കത്തിച്ച് വായിച്ചതും അതിമനോഹരമായ ഒരു സംഭവം. ഇതൊന്നും ഇത്ര ദിവസം കഴിഞ്ഞിട്ടും മനസ്സിൽ നിന്നും പോകുന്നില്ല. പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനത്തിന്റെ കാര്യത്തിൽ രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ നടങ്ങിയത് മാട്ടുമന്ത തൊട്ടിട്ടും ചന്ത ജംഗ്ഷൻ വരെ. അന്ന് നമ്മുടെ കുട്ടികളെ, ദിനേശിന്റെ കൂടെയുള്ള സ്പോർട്സ് അക്കാഡമിയിൽ പഠിക്കുന്ന കുട്ടികൾ വന്ന് അതിഗംഭീരമായിട്ട് അതിനെ വളരെ വിജയകരമാക്കിയിട്ട് ചെയ്യാൻ ശ്രമിച്ചു. നമ്മളുടെ മെമ്പേഴ്സും അതുമാതിരി തന്നെ സ്പോർട്സ് കുട്ടികളും കൂടി ചേർന്ന് അന്നത്തെ ദിവസം വളരെ നന്നായി. പിന്നെ റോഡിന്റെ പിറന്നാൾ സമയത്ത് ഞാൻ അമേരിക്കയിലായിരുന്നു. പക്ഷെ അന്ന് പ്രസിഡന്റ് എപ്പോഴും ആയിട്ടുള്ള നല്ല കോർഡിനേഷൻ കൊണ്ട് പ്രസിഡന്റ് തന്നെ അതിന് മുൻകൈ എടുത്ത് എല്ലാ കാര്യങ്ങളും അന്ന് നടത്തിയിട്ട് അത് എല്ലാവരുടെയും കിട്ടിയ ഒരു വലിയൊരു ഫീഡ്ബാക്ക്. എനിക്ക് അവിടെ ഇരിക്കുമ്പോൾ തന്നെ എല്ലാവരും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. വളരെ നല്ല ഫീഡ്ബാക്ക് ആയിരുന്നു അത്. അന്ന് പഴയ കാലത്തെ ആൾക്കാരും പുതിയ തലമുറയിലുള്ള ആൾക്കാരും എല്ലാവരും കൂടി സംഗമിച്ചത് അതിഗംഭീരമായിരുന്നു. പിന്നീടുണ്ടായിരുന്നത് റമദാൻ. അവിടെ നിന്ന് ഞാൻ മെസ്സേജുകളും കാര്യങ്ങളും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മതേതരമായ കാഴ്ചപ്പാടുള്ളത് കൊണ്ട് നമുക്ക് ഏതൊരു കമ്മ്യൂണിറ്റിയുടെയും നമ്മൾ കാര്യങ്ങൾ നടത്താൻ ബാധ്യസ്ഥരാണ്. നമ്മളത് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ റംസാൻ അന്ന് നമ്മൾ പല കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരായിട്ടും കോർഡിനേറ്റ് ചെയ്തു. പക്ഷേ നമുക്ക് കൂടുതലായിട്ടുള്ള അംഗസംഖ്യ അത്ര കമ്മിയായതുകൊണ്ടോ അപ്പം നമ്മൾ തന്നെ ഈ കാര്യങ്ങൾ നല്ല വിധത്തിൽ ആഘോഷിക്കാനുള്ള താല്പര്യമെടുത്ത് അത് പ്രസിഡന്റ് തന്നെയാണ് അന്ന് കൂടുതലായിട്ടും ചെയ്തിട്ടുള്ളത്. ഞാൻ മെസ്സേജ് അയക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ പറയാനുള്ള ആൾ പ്രസിഡന്റാണ്. കിട്ടിയ ഫീഡ്ബാക്ക് ഗംഭീരമായിരുന്നു. ജീവിതയാത്രയിൽ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും പുതുവർഷത്തെ വരവേൽക്കാൻ 2026 ജനുവരി 1 നടത്തിയ പുതുവർഷ സംഗമം അംഗങ്ങളുടെ സാന്നിധ്യം കൊണ്ട് പ്രൗഢഗംഭീരമായിരുന്നു. വർണ്ണാഭമായ അന്തരീക്ഷത്തിൽ പ്രശസ്ത നാടൻപാട്ട് കലാകാരനും ചലച്ചിത്ര പിന്നണി ഗായകനുമായ പ്രണവം ശശിയാണ് പാട്ടിന്റെ പാലാഴി തീർത്ത് സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്തത്. പാട്ടുകളും വിവിധ കളികളുമായി പുതുവർഷ സംഗമം അംഗങ്ങൾ ആഘോഷമാക്കി മാറ്റി. റിപ്പബ്ലിക് ദിനമായ 2026 ജനുവരി 26 മാട്ടുമന്ത മുതൽ ചന്ത ജംഗ്ഷൻ വരെ നടത്തിയ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞത്തിന്റെ 2ാം ഘട്ടം അംഗങ്ങളുടെ പ്രാതിനിധ്യം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു. പരിപാടിയുടെ ഉദ്ഘാടകനായ പാലക്കാട് നഗരസഭാ ചെയർമാൻ പി സ്മിതേഷ്, ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ടി ബേബി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ TS മീനാക്ഷി എന്നിവർക്കുള്ള സ്വീകരണവേദിയായി ഈ ചടങ്ങ് മാറി. 2ാം ഘട്ട പ്ലാസ്റ്റിക് മാലിന്യ നിർമ്മാർജ്ജനത്തിലൂടെ 20 ചാക്കോളം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞു. കേരളത്തിൽ റോഡിന്റെ പിറന്നാൾ ആഘോഷിക്കുകയെന്നത് അപൂർവങ്ങളിൽ അപൂർവമാണ്. 1991 മാർച്ച് 10 പിറവിയെടുത്ത 100 ഫീറ്റ് റോഡിന്റെ 35ാം പിറന്നാൾ ആദ്യകാല നടത്തക്കാരും ഇപ്പോഴത്തെ നടത്തക്കാരുമായ പാലക്കാട്ടെ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ CS വാര്യർ, പ്രൊഫസർ PA വാസുദേവൻ, KC ജോൺ, പുത്തൂർ രവി, പ്രൊഫസർ P വേണുഗോപാൽ, R സ്വാമിനാഥൻ, TG രഘുനാഥ്, മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ P പ്രേംനാഥ് എന്നിവർ ചേർന്ന് പിറന്നാൾ ദീപം തെളിയിച്ചും കേക്ക് മുറിച്ചുമാണ് ആഘോഷിച്ചത്.
എല്ലാവർക്കും ഫ്രൂട്ട് സലാഡ് വിതരണം ചെയ്തുകൊണ്ട് 2026 മാർച്ച് 24-ന് സോഷ്യൽ കിച്ചന് മുന്നിൽ നടത്തിയ റമദാൻ ആഘോഷവും അംഗങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ സ്ഥാനാർത്ഥികളായി മത്സരിച്ച രമേഷ് പിഷാരടി, ശോഭാ സുരേന്ദ്രൻ, NMR റസാഖ് എന്നിവർ ഈദ് ആശംസകൾ നേരാൻ നമ്മുടെ റമദാൻ ആഘോഷവേദിയിൽ എത്തിയതും നമ്മുടെ സംഘടനയുടെ ജനകീയതയ്ക്ക് കരുത്തു പകർന്നു. പ്രിയമുള്ളവരെ, വളരെയധികം സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് മുതൽ മാട്ടുമന്ത ജംഗ്ഷൻ വരെയുള്ള നടത്തക്കാരുടെ സംഘടനയായ 100 ഫീറ്റ് വാക്കേഴ്സ് ക്ലബിന്റെ 1ാം പിറന്നാൾ ആഘോഷിക്കുമ്പോൾ സ്വാഭാവികമായും ഈ സംഘടനയ്ക്ക് അതിൻ്റെ ഒരു സ്ട്രോങ് ബോണായി നിൽക്കുന്ന ആൾക്കാരാണ് നമ്മളോടൊപ്പം ഉള്ളത്. നമ്മുടെ രക്ഷാധികാരികളാണ്. പ്രത്യേകിച്ച് നമ്മുടെ സെക്രട്ടറി പത്മാക്ഷൻ പയ്യൂർ, അതോടൊപ്പം തന്നെ നമ്മുടെ രക്ഷാധികാരികളായിട്ടുള്ള മുൻ നഗരസഭാ അധ്യക്ഷ കൂടിയായിട്ടുള്ള പ്രമീള ശശിധരൻ, അതുപോലെ മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ പി പ്രേംനാഥ്, അതുപോലെ നമ്മുടെ രക്ഷാധികാരി TG രഘുനാഥ് ഉൾപ്പെടെയുള്ളവരാണ് നമ്മോടൊപ്പം ഉള്ളത്. തീർച്ചയായും നമ്മുടെ ഈ ഒരു സംഘടനയെ ഒരു വർഷം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് എല്ലാവിധ പ്രചോദനവും നൽകി നേരായ വഴിയിലേക്ക് നയിക്കുന്നവരാണ് ഇവർ. തീർച്ചയായും നമുക്ക് പ്രമീളച്ചിയോട് ചോദിക്കാം. ചേച്ചി, ഒരു വർഷം പൂർത്തിയാവുന്നു. ഒരുപക്ഷെ ഈ വീട്ടിൽ വെച്ചാണ് ഈ സംഘടന രൂപീകൃതമാവുന്നത്. ഒരു വർഷത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് ചേച്ചിക്ക് തോന്നുന്നത്? തീർച്ചയായിട്ടും വളരെ നല്ല പ്രവർത്തനമാണ് ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് 100 ഫീറ്റ് വാക്കേഴ്സ് ക്ലബ്ബ് നടത്തി വന്നിട്ടുള്ളത്. കാരണം ജനങ്ങളെ നടക്കാനുള്ള ആ ഒരു പ്രേരണ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവരുടെ മോട്ടീവ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം ഒരുപാട് പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ എന്തെല്ലാം ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു അവബോധം വളർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ 100 ഫീറ്റ് വാക്കേഴ്സ് ക്ലബ്ബ് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ ഒരു വർഷത്തിനുള്ളിൽ നടത്തി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രാധാന്യം. 2015 പാലക്കാട് നഗരസഭയുടെ ചെയർമാനായിരിക്കെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയായ അമൃത് പദ്ധതി കൊണ്ടുവരികയും നമ്മുടെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി എൻ്റെ സമീപ പ്രദേശമായതുകൊണ്ട് മലമ്പുഴ 100 ഫീറ്റ് റോഡ് അവിടെ ഒരുപാട് പേര് നടക്കുന്ന ഒരു സാഹചര്യം പണ്ട് മുതലേ ഉള്ളത് കാരണം അവിടെ ഒരു വാക്കിംഗ് റോഡും അതുപോലെ തന്നെ സൈക്ലിംഗ് പാത്തും കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പേരിലാണ് നമ്മൾ ഈ റോഡിനെ അത് തിരഞ്ഞെടുക്കുകയും ഈ റോഡിനെ ആ അത്തരത്തിലുള്ളൊരു നല്ലൊരു പദ്ധതിയായിട്ട് വിഭാവനം ചെയ്യാൻ സാധിച്ചത്. ഈ 100 ഫീറ്റ് വാക്കേഴ്സ് ക്ലബ്ബിൽ നടക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. അത് മാത്രമല്ല, ഇനി ഒരുപാട് ആൾക്കാർ ആ വഴിയിലൂടെ നടക്കാനുള്ള ഒരു ആരോഗ്യ സംരക്ഷണത്തിനുള്ള ഒരു സഹായം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. മറ്റുള്ളവരിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഈ വാക്കേഴ്സ് ക്ലബ്ബ് ഇവിടെ നടത്തി വന്നിട്ടുള്ളത്. വളരെ കുറച്ചു പേരായിട്ട് തുടങ്ങിയ ഒരു സംഘടന ഇന്നൊരു മഹാവൃക്ഷമായിട്ട് മാറിയിരിക്കുകയാണ്. ഏകദേശം 300ഓളം അംഗങ്ങളുടെ ഒരു സംഘടന. രാവിലെ എല്ലാവരും കണ്ടാലും പരസ്പരം അഭിവാദ്യം ചെയ്യും, അവരുടെ വിശേഷങ്ങളെ ചർച്ച ചെയ്യും. അതുപോലെ വിശേഷ ദിനങ്ങളിൽ അവർ ഒരുമിച്ച് ഒത്തുകൂടും, അവരുടെ കാര്യങ്ങളെല്ലാം പലപ്പോഴും ചർച്ച ചെയ്യും, കലാപരിപാടികൾ നടത്തും. അപ്പോൾ ഇതൊരു വലിയൊരു കുടുംബമായിട്ട് മാറിയിരിക്കുകയാണ് 100 ഫീറ്റ് വാക്കേഴ്സ് ക്ലബ്. അത് മാത്രമല്ല, ഒരു ദിവസം വന്നില്ലെങ്കിൽ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിറ്റേ ദിവസം ആൾക്കാർ ചോദിക്കും എന്താ ഇന്നലെ കണ്ടില്ല. അത് എല്ലാവരെയും നടക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നു. അത് മാത്രമല്ല, നഗരസഭ അമൃത് പദ്ധതിയുടെ ഭാഗമായിട്ട് വളരെ ഭംഗിയായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ആ റോഡ്, 2 വശത്തുള്ള സൈക്കിൾ ട്രാക്കും വാക്കിംഗ് ട്രാക്കും ഉണ്ടാക്കിയിട്ടുള്ള റോഡ്, അതിൻ്റെ പരിപാലനത്തിൽ വേണ്ട ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ പോലും ഈ ക്ലബ്ബിലെ അംഗങ്ങളാണ് നഗരസഭയും മറ്റ് PWD അധികൃതരെ അറിയിക്കുകയും അതിനുവേണ്ട സംവിധാനങ്ങൾ മാറ്റുകയും മരത്തിൻ്റെ കൊമ്പുകൾ തടസ്സമായി നിൽക്കുന്നത് മുറിച്ചു മാറ്റുകയൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഒരു കൂട്ടായ്മയ്ക്ക് എത്രത്തോളം ഒരു പ്രദേശത്തിൻ്റെ വലിയൊരു വികസനത്തിന് തന്നെ ആ പ്രദേശത്തിൻ്റെ മാറ്റത്തിനൊക്കെ മുഖ്യധാരയിൽ നിൽക്കാൻ പറ്റും എന്നുള്ളത് 100 ഫീറ്റ് വാക്കേഴ്സ് ക്ലബ്ബ് തെളിയിച്ചിരിക്കുകയാണ്. 100 ഫീറ്റ് വാക്കേഴ്സ് ക്ലബിന്റെ എല്ലാ അംഗങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഞാൻ ഏകദേശം നടക്കാൻ വേണ്ടിയിട്ട് 33 വർഷത്തിനടുത്തായി. അന്ന് നടക്കുമ്പോൾ ഈ റോഡ് ടാർ ചെയ്ത് ഫോം ചെയ്തിട്ടേ ഉള്ളൂ, ടാർ ചെയ്ത് ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അന്ന് കുറെ
പ്രായ ആൾക്കാരും മാത്രമേ ഇന്ന് നടക്കാനുള്ളൂ ഈ ഭാഗത്ത്. അതിൽ ഇപ്പൊ തന്നെ ഞാൻ കാണുന്നതിൽ ഒരു 60% ആൾക്കാർ ഇന്ന് ഇല്ല. അതിലൊരു ചെറിയ ശതമാനം ആൾക്കാർ വയ്യാതെയും കാലും നടക്കാൻ വയ്യാതെയും ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ ഇന്നുള്ളത്. പക്ഷെ എനിക്കിപ്പോ ഇതിൽ ഏറ്റവും ഇതായി തോന്നുന്ന ഒരു കാര്യം, ആൾക്കാർ ദിവസം പ്രതി കൂടിക്കൂടി വരുന്നുണ്ട്, പ്രത്യേകിച്ച് നമ്മൾ ഈ ക്ലബ്ബ് തുടങ്ങിയ ശേഷം. എന്ന് ശരിക്കും ഒരു വടവൃക്ഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത, ഈ ഒരു വർഷമായി, പക്ഷെ ഇതിനിടയിൽ നമ്മൾ എത്ര പരിപാടികൾ നടത്തി, അതാണ് ഏറ്റവും വലിയ വിജയം. അതിൽ പാർട്ടിസിപ്പൻസ് എത്രയായിരുന്നു, ഒരുപാട് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ആൾക്കാരെ വന്ന് അതിലേക്ക് നമ്മളടുത്ത് വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. അത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ഇതിലിപ്പോ ഇത്രയും ആൾക്കാർ മെമ്പർഷിപ്പ് എടുത്തു, എല്ലാം വളരെ നമുക്ക് ഭംഗിയായിട്ട് പോകുന്നുണ്ട്. ഇതിന് എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. 2018 മുതൽക്കാണ് ഞാൻ ഈ 100 ഫീറ്റ് റോഡ് കൂടെ നടക്കാൻ തുടങ്ങിയത്. ബഹുവിധ പരിപാടികളായിട്ട് വളരെ ആക്റ്റീവായിട്ടാണ് ഈ ഒരു കൊല്ലം കഴിഞ്ഞോ എന്നുള്ളത് നമുക്ക് അറിയില്ല. അപ്പൊ ഒരു കൊല്ലം കഴിയാറായി എന്നുള്ളത് നമ്മൾ പെട്ടെന്നാണ് മനസ്സിലാക്കിയത്. 2018-19 കാലഘട്ടത്തിൽ നമ്മുടെ നടപ്പാതയും സൈക്കിൾ ട്രാക്കും വന്നെങ്കിലും അത് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ആൾമോസ്റ്റ് ഒരു 95% കംപ്ലീറ്റ് ആയത്. ഈ 350 പേരോളം നമ്മുടെ മെമ്പേഴ്സ് ഇങ്ങനെ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ സംഘടന ഇത്രയും വന്നത്. അപ്പൊ അതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും ഇനിയും തുടർന്നുള്ള ദിവസങ്ങളിലും ഒരുമിച്ച് പോകണമെന്നും നമുക്ക് കൂടുതൽ പ്രോഗ്രാം നടത്തണമെന്നും അവരുടെ കൂട്ടായ്മ വളരെ സഹകരണത്തോടുകൂടെ മുമ്പോട്ട് പോകട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് നിർത്തും. നടത്തം മാത്രമല്ല നമ്മുടെ ഈ ഒരു സംഘടനയുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം. വളരെ നല്ല രീതിയിലുള്ള കുറേ പുതിയ ഫ്രണ്ട്സിനെ കാണാൻ പറ്റുക, അവരുടെ വീട്ടിലത്തെ വിശേഷങ്ങൾ നമുക്ക് അറിയാൻ പറ്റുക, അവരായിട്ട് ഏത് നല്ലൊരു കാര്യത്തിൽ നമുക്ക് ഒരുമിച്ച് കൂട്ടായിട്ട് നിൽക്കാൻ പറ്റുക, അങ്ങനെയുള്ള പുതിയ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് അവസരം ഉണ്ടായി. അതേപോലെ നമ്മൾ കുട്ടിക്കാലത്ത് ചെയ്തിരുന്ന ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ പക്ഷികൾക്കുള്ള കാര്യങ്ങൾ കേൾക്കുന്നതോ, അല്ലെങ്കിൽ ഈ ഒക്ടോബർ 2 നമ്മൾ റോഡ് വൃത്തിയാക്കുന്ന കാര്യങ്ങൾ പറയുന്നത്, സേവനപരം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ പണ്ട് അനുഭവിച്ചത്. പക്ഷേ ഇപ്പോഴും ഈ ഒരു പ്രായത്തിൽ നമ്മൾ ഇവിടെ വരുമ്പോൾ നമ്മൾ പ്രകൃതി സംരക്ഷണം, അതുപോലെ റോഡിന്റെ വൃത്തിയാക്കല്, അതുപോലെ പക്ഷികൾക്കുള്ള ഈ കൂടൊരുക്കല്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ശരിക്കും നമ്മൾ കുറേ വർഷം പുറകോട്ട് പോകുന്ന ഒരു ഫീലിംഗാണ് നമുക്ക് കിട്ടിയത്. അതുപോലെ തന്നെ ഈ 350 പേരിൽ ഒരു 70-80% നമുക്ക് വളരെ നല്ല രീതിയിൽ ബന്ധങ്ങൾ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. അപ്പോൾ ഇനിയും പുതിയ ആൾക്കാർ വന്ന് നമ്മൾ ഈ കുടുംബം വളരെ നല്ല രീതിയിൽ വിപുലീകരിക്കാനും നമ്മളെ ഈ പരിപാടി വളരെ നല്ല രീതിയിൽ നടക്കുന്നതിനും വേണ്ടി എല്ലാവിധ ആശംസകളും നേരുന്നു. സമൂഹത്തിനും പ്രകൃതിക്കും വേണ്ടി നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. അതിനു പുറമെ എനിക്ക് കുറെ നല്ല സുഹൃത്തുക്കൾ തന്നെ ഇതിൽ നേടി. കുറെ വർഷമായിട്ട് ഞാൻ നടക്കുന്നതായിരുന്നു, പക്ഷെ ഇന്നേ വരെ ഞാൻ ഇവരൊന്നായിട്ട് യാതൊരു ഇന്ററാക്ഷനും ഉണ്ടായിട്ടില്ല. പക്ഷെ ഈ കൂട്ടായ്മയിൽ വന്നപ്പം എനിക്ക് കുറെ പേരായിട്ട് സമ്പർക്കം പറ്റി. അതുപോലെ തന്നെ ഈ ലേഡീസ് വിങ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഇതിൽ തുടങ്ങിയതാണ്, പക്ഷെ ഇപ്പം അത് വളരെ വലുതായി വരുന്നുണ്ട്. അതിൽ ഓരോ പ്രവർത്തനം, ഓണത്തിനായാലും വിഷുവിനായാലും എല്ലാവരും അത് ഒന്നിച്ച് ഒരു പ്രാവശ്യം പറയുമ്പോഴേക്കും എല്ലാവരും ഒന്നിച്ച് അത് ഇതിനോട് ചേർന്ന് എല്ലാവരും അതിനെ ആക്റ്റീവായിട്ട് ഓരോ പ്രോഗ്രാംസിനും വേണ്ടി അവരെന്നെ ഇങ്ങോട്ട് വന്ന് അന്വേഷിക്കുന്നുണ്ട്. ഞങ്ങൾ അതിന് ജോയിൻ ചെയ്യട്ടെ, ഇപ്പോൾ ഓരോ കാര്യത്തിനും ആക്റ്റീവായിട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇനിയും കുറെ ആൾക്കാരെ സംഘടിപ്പിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. ലേഡീസ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ അതിൽ സ്ട്രോങ് പില്ലേഴ്സ് ആയിട്ട് നിന്നിട്ട് എല്ലാ ആക്ടിവിറ്റീസും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇനിയും എല്ലാവരും ഒന്നിച്ച് നിന്ന് ഇത് ഒരുമിച്ച് കുറെ നല്ല കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് കരുതുന്നു. ജനങ്ങളുടെ ആരോഗ്യമാണ് ഏറ്റവും പ്രാധാന്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് രാവിലെയും വൈകുന്നേരം ഈ റോഡിലൂടെ നടക്കുന്ന നടത്തക്കാരുടെ ഓരോ വ്യക്തികളും നടന്നു വരുന്ന ഓരോ വ്യക്തികളിലെയും നമ്മൾ ആ ആശയം പ്രചരിപ്പിക്കുകയും അതെല്ലാം വളരെ അനുകൂലമായ ഒരു സന്ദേശവും ഒരു സപ്പോർട്ടും ആ നടത്തക്കാരുകൾ നമുക്ക് തരുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഏകദേശം 350ഓളം മെമ്പർമാരുടെ സംഘടനയാണ് 100 ഫീറ്റ് വാക്കേഴ്സ് ക്ലബ്ബ് എന്ന് വളരെ അഭിമാനപൂർവ്വം പറയുവാൻ ഞാൻ അവിടെ ആഗ്രഹിക്കുകയാണ്. നമ്മളുടെ ഈ ക്ലബിനെ ഉന്നതിയിലെത്തിക്കുവാനും അതുപോലെ മനുഷ്യന്റെ പ്രധാനം ആരോഗ്യമാണെന്ന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ സന്ദേശം എല്ലാവരിലും എത്തിക്കാൻ വേണ്ടി ഓരോ മെമ്പർമാരും തയ്യാറാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിന്റെ വാക്കേഴ്സ് ക്ലബിലെ എല്ലാ അംഗങ്ങൾക്കും അകൈമഴഞ്ഞ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. 2026 ഏപ്രിൽ 15 വിഷുനാളിൽ സോഷ്യൽ കിച്ചന് മുന്നിൽ വിഷുക്കണി ഒരുക്കിയതും 200-ലധികം പേർക്ക് വിഷുക്കൈനീട്ടം നൽകിയതും വിഷുക്കഞ്ഞി വിതരണം ചെയ്തതും ഒടുവിൽ എല്ലാവരും ഒത്തൊരുമിച്ചുള്ള ആഹ്ലാദത്തോടെയുള്ള വിഷു നടത്തവും വേറിട്ട അനുഭവമായി മാറി. മണ്ണും മനസ്സും വെന്തുരുകുന്ന പാലക്കാട്ടെ കൊടും ചൂടിൽ പക്ഷികൾക്ക് കുടിവെള്ളം നൽകാൻ 2026 മെയ് 25 മാട്ടുമന്ത് മുതൽ ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് വരെയുള്ള റോഡിന് ഇരുവശങ്ങളിലുമുള്ള മരങ്ങളിൽ കുടിവെള്ളം നിറച്ച 100 ഉറികൾ സ്ഥാപിച്ചത് ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റി. പാലക്കാട് നഗരസഭാ ചെയർമാൻ പി സ്മിതേഷ് ഉദ്ഘാടനം ചെയ്ത പരിപാടി കൂടുതൽ മാധ്യമശ്രദ്ധ പിടിച്ചുപറ്റിയതോടെ
100 ഫീറ്റ് വാക്കേഴ്സ് ക്ലബിൻ്റെ സാമൂഹ്യ സേവന പരിപാടികൾ ഏറെ ചർച്ചാ വിഷയമായി മാറി. 2026 ജൂൺ 5 പരിസ്ഥിതി ദിനത്തിൽ നമ്മുടെ ക്ലബ്ബ് നടത്തിയ തണൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന സംരംഭം പാലക്കാട് നഗരസഭാ ചെയർമാൻ പി സ്മിതേഷാണ് ഉദ്ഘാടനം ചെയ്തത്. മാട്ടുമന്ത മുതൽ ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് വരെയുള്ള റോഡിന് ഇരുവശവുമാണ് വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചത്. ഈ പരിപാടി നമ്മുടെ സംഘടനയുടെ ജനകീയ ബന്ധം കൂടുതൽ ഊഷ്മളമാവാൻ കാരണമായി. കൊടും ചൂടിൽ മനുഷ്യരെ പോലെ തന്നെ ഈ പക്ഷി മൃഗാദികളും വെന്തുരുകുകയാണ്. ഈ ചൂടിൽ അല്പം ആശ്വാസമേകാൻ പക്ഷികൾക്ക് കുടിവെള്ളം ഒരുക്കുകയാണ് പാലക്കാട്ടെ ഒരു കൂട്ടായ്മ. വഴിയോര വൃക്ഷങ്ങളിൽ ഉറിയിൽ വെള്ളം നിറച്ചാണ് ഇവർ പക്ഷികളെ കൂളാക്കുന്നത്. മലമ്പുഴ റോഡിലൂടെ ഇങ്ങനെ യാത്ര ചെയ്താൽ റോഡിന് ഇരുവശത്തുമായി മരങ്ങളിൽ തൂക്കിയ ഇത്തരം ഉറികൾ ധാരാളം കാണാം. മനുഷ്യരെ പോലെ ചൂടിനെ മറികടക്കാൻ പാടുപെടുന്ന പക്ഷികളോടുള്ള കരുതലാണ് ഈ കുടിവെള്ളം. 100 ഫീറ്റ് വാക്കേഴ്സ് ക്ലബിന്റെ പ്രവർത്തകരാണ് ഇതിന് പിന്നിൽ. സാധാരണഗതിയിൽ ഈ നടക്കാൻ ഇറങ്ങുന്ന സമയത്ത് രാവിലെയും വൈകിട്ടും വിവിധ ഇനങ്ങളിൽപ്പെട്ട 100 കണക്കിന് കിളികൾ ഈ മരങ്ങളിൽ കൂടുകൂട്ടാറുണ്ട്. പക്ഷേ പാലക്കാടൻ ചൂട് 40 ഡിഗ്രി സെൽഷ്യസിന് കൂടുതലായപ്പോഴാണ് പക്ഷികളുടെ ഒരു അസ്വസ്ഥത നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. വിക്ടോറിയ കോളേജ് മുതൽ മാട്ടുമന്ത വരെയുള്ള റോഡിന് ഇരുവശമുള്ള മരങ്ങളിൽ ഇങ്ങനെ കുടിവെള്ളം നിറച്ച മൺചട്ടികൾ ഉള്ള ഉറികൾ തൂക്കാൻ വേണ്ടി തീരുമാനിച്ചത്. വിക്ടോറിയ കോളേജ് മുതൽ മാട്ടുമന്ത വരെയുള്ള തണൽ വൃക്ഷങ്ങളിലാണ് കുടിവെള്ളം സജ്ജീകരിച്ചത്. രാവിലെ നടക്കാനിറങ്ങുന്ന ക്ലബിന്റെ പ്രവർത്തകർ ഇതിൽ വെള്ളം നിറയ്ക്കും. പ്രദേശത്തെ കടക്കാരും വീട്ടുകാരുമൊക്കെ ഇതിനോട് നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്. വെയിലിൽ വാടാതെ പക്ഷികളെയും സംരക്ഷിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിൽ പരം സന്തോഷമില്ലെന്ന് സന്നദ്ധ പ്രവർത്തകരും പറയുന്നു. മനോരമ ന്യൂസ്, പാലക്കാട്. അതോടൊപ്പം തന്നെ സെക്രട്ടറി എന്നുള്ള നിലയിൽ താങ്കളുടെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു വിഷു ആഘോഷിക്കുക എന്നുള്ളത്. വിഷുക്കണി, വിഷുക്കൈനീട്ടം, വിഷുക്കഞ്ഞി, വിഷു നടത്തം, ഇതിലായിരുന്നു നമ്മൾ കേന്ദ്രീകരിച്ചത്. അത് സ്വാഭാവികമായിട്ടും നമ്മൾ വിചാരിക്കാത്തത്ര ഒരു വൻ വിജയമായിട്ട് മാറുകയായിരുന്നു. കാരണം തൊട്ടപ്പുറത്തുള്ള ചിന്മയ ടെമ്പിളിലേക്കുള്ള ഭക്തജനങ്ങളുടെ തിരക്ക്, അവരെല്ലാം തന്നെ നമ്മളവിടെ സോഷ്യൽ കിച്ചൻ മുന്നിൽ ഒരുക്കിയിട്ടുള്ള വിഷുക്കണി കാണാനും അവിടെ നിന്ന് ആ കൃഷ്ണന്റെ ശിലയുടെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കാനും കൈനീട്ടം വാങ്ങിക്കാനും ഒക്കെ ആളുകൾ എത്തുകയും വിഷുക്കഞ്ഞി കുടിക്കാൻ ആളുകൾ എത്തുകയൊക്കെ ചെയ്തത് നമ്മുടെ സംഘടനയ്ക്ക് ഏറ്റവും കൂടുതൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു മുഹൂർത്തമായിരുന്നു. അതോടൊപ്പം തന്നെ മെയ് മാസം മണ്ണും മനസ്സും വെന്തുരുകുന്ന നാളിലാണ് നമ്മൾ വിക്ടോറിയ കോളേജ് മുതൽ മാട്ടുമന്ത വരെയുള്ള മരങ്ങളിൽ ഒരു 100 ഉറികൾ സ്ഥാപിച്ചുകൊണ്ട് നമുക്ക് പക്ഷികൾക്ക് വെള്ളം കൊടുക്കുക എന്നുള്ളൊരു ആശയം വന്നത്. തീർച്ചയായും സെക്രട്ടറി എന്ന നിലയിൽ താങ്കൾ അമേരിക്കയിലായിരുന്നു. അപ്പോഴാണ് താങ്കൾ എന്നോടത് വിളിച്ച് പറയുന്നത് നമുക്കത് 100 ഫീറ്റിന്റെ പ്രതിരൂപമായിട്ട് നമുക്ക് 100 മൺചട്ടികൾ 100 ഉറികൾ സ്ഥാപിക്കാമെന്നത് താങ്കളുടെ തന്നെ ഒരു സ്വപ്നമായിരുന്നു. അതിന് നമ്മുടെ രക്ഷാധികാരിയായിട്ടുള്ള പ്രേംനാഥിന്റെ ഒരു വല്ലാത്തൊരു സപ്പോർട്ടാണ് OSKയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അവരുടെ ഒരു 50 ചട്ടികൾ നമുക്ക് തരികയുണ്ടായി. അതുപോലെ നമ്മുടെ വേണുവേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകൾ മുനിസിപ്പാലിറ്റിയുടെ ഒക്കെ സഹായത്തോടു കൂടിയാണ് ആ ഒരു പരിപാടിക്ക് നമുക്ക് നേതൃത്വം നൽകാൻ വേണ്ടി കഴിഞ്ഞത്. ഒരു സോഷ്യൽ കമ്മിറ്റിന്റെ മറ്റൊരു ഭാഗമായിട്ടുള്ള പരിപാടിയായിരുന്നു പക്ഷികൾക്ക് വെള്ളം കൊടുക്കുക എന്നുള്ളത്. അത് വിഷ്വൽ മീഡിയാസ് ഒരുപാട് നമുക്ക് നല്ലൊരു സപ്പോർട്ടാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അതോടൊപ്പം തന്നെ അതേപോലെ തന്നെയാണ് പരിസ്ഥിതി ദിനം, ജൂൺ 5 പരിസ്ഥിതി ദിനം. ഈ പരിസ്ഥിതി ദിനത്തിന് നമ്മൾ ഒരുപാട് തൈകൾ നട്ടുപിടിപ്പിക്കുകയുണ്ടായി. ആ തൈകളെല്ലാം തന്നെ നടുമ്പോൾ ഓരോ ആളുകളും നമ്മുടെ അംഗങ്ങൾ നമ്മൾ ഒരുപക്ഷെ സംഘടന പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള അഭൂതപൂർവമായ ഒരു പിന്തുണയാണ് നമ്മുടെ അംഗങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഈ പ്രവർത്തനങ്ങളെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? കുട്ടിക്കാലത്തുള്ള വിഷുക്കണിയും അതുമായിട്ട് തന്നെ വിഷു പടക്കങ്ങളും എന്നും നമ്മുടെ മനസ്സിലുണ്ടാവും. നമ്മളത് ഒമാനിൽ പോയാലും ശരി, സ്വിറ്റ്സർലൻഡിൽ പോയാലും ശരി, അമേരിക്കയിൽ പോയാലും ശരി. കാരണം വിഷു എന്ന് പറയുന്നത് മനസ്സിനെ അത്രത്തോളം നമ്മൾ ഉള്ളിലോട്ട് ഉള്ള ഒരു പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഉത്സവമാണ്. എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു 100 വിഷുക്കണി വെച്ച് 100 ക്ലബിൻ്റെ ആക്കുകയായിരുന്നു. പക്ഷെ പ്രായോഗികമായ ഒരു വശം വന്നു കഴിഞ്ഞപ്പോൾ ഈ 100 to 100 അത്ര എളുപ്പമല്ല.
അതിനുള്ള അവൈലബിലിറ്റി ഇല്ല, അല്ലെങ്കിൽ യൂണിഫോമിറ്റി ഇല്ല. പിന്നെ നമ്മൾ ഗുരുവായൂരപ്പൻ ടെമ്പിളിൻ്റെ അവിടെ നിൽക്കുമ്പോൾ സ്ഥലപരിമിതി. പക്ഷെ ആഗ്രഹങ്ങളാണല്ലോ, സ്വപ്നങ്ങളാണല്ലോ. ഇന്നത്തെ സ്വപ്നം നാളെ വീണ്ടും സാക്ഷാത്കരിക്കാം. പക്ഷേ വിഷുക്കൈ നേട്ടം കംപ്ലീറ്റ് തീർന്നു. ഡബിളായിട്ട് നമ്മൾ കൊടുക്കേണ്ട അവസ്ഥയിൽ ആൾക്കാർ വന്നു. അതുമാതിരി തന്നെ വിഷുക്കഞ്ഞി എല്ലാവരും ഇത് ചെയ്തു. അപ്പോൾ അതൊരു വിഷു എന്ന് പറയുന്നത് വളരെ മെമ്മറബിൾ ആണ്. അന്ന് നമ്മുടെ സുഭാഷ്ജിയുടെ കോൺട്രിബ്യൂഷൻ നമുക്ക് മറക്കാതിരിക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹമാണ് വിഷുക്കഞ്ഞി ഞാൻ അറേഞ്ച് ചെയ്യാം. അതിന് പുറമെ തന്നെ അദ്ദേഹം പോയിട്ട് പടക്കത്തിന് തീ കൊളുത്തുന്ന ആ സീനുകൾ, പൂക്കുറ്റി വയ്ക്കുന്നത്, ഇതെല്ലാം വളരെ വളരെ ഗംഭീരമായിരുന്നു. പക്ഷികളെന്ന് പറയുന്നത്, ഞാൻ അമേരിക്കയിൽ ഇരിക്കുമ്പോഴാണ് ഈ ഒരു കാര്യം മുനിസിപ്പാലിറ്റി എന്നുള്ള ഹെൽത്ത് ഇൻസ്പെക്ടർ സതീഷ് വിളിച്ചു പറയും. അന്ന് നല്ല കൊടും ചൂടും കൊടും വേനലുമായിരുന്നു. എനിക്കത് ആദ്യം മനസ്സിലായില്ല, എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലായില്ല. കാരണം ഇവിടുത്തെ പക്ഷികളുടെ ദാഹം ഏത് വിധത്തിലാണെന്നുള്ളത് അറിയില്ല. ബട്ട് ഇത് വേണോട്ടൻ്റെ അടുത്ത് പോയപ്പോൾ വേണോട്ടൻ പറഞ്ഞു അവർ സ്പോൺസർ ചെയ്യണം 20 എന്ന്. അപ്പം നമ്മൾ പറഞ്ഞത് ചട്ടിയും കാര്യങ്ങളും അറേഞ്ച് ചെയ്യണമെങ്കിൽ അതിനുള്ള ഫൈനാൻസ് നമ്മൾ ചെയ്യാം, ഞാനും വേണോട്ടനും കൂടി സ്പോൺസർ ചെയ്തിട്ട് ചെയ്യുക എന്നുള്ളതിലാണ് അത് പറഞ്ഞത്. പിന്നീടാണ് നമ്മൾ ആ കാര്യങ്ങൾ ശരിയായപ്പോഴാണ് നമ്മൾ വേണോട്ടൻ്റെ വീട്ടിൽ പോയപ്പോൾ അന്ന് 100 ചട്ടിയും 100 എണ്ണം നമ്മൾ വെക്കാന്നുള്ളത്. അതിൽ പ്രേംനാഥ് സാറുടെ ഒയാസ്ക എന്ന് തന്നിട്ടുള്ള 50 ചട്ടിയുടെ കാര്യം നമുക്ക് പറയാതിരിക്കാൻ വയ്യ. അദ്ദേഹം തന്നെ അപ്പം തന്നെയാണ് 50 മൺചട്ടികൾ നമുക്ക് സംഭാവന ചെയ്തു. മുനിസിപ്പാലിറ്റിയുടെ കോൺട്രിബ്യൂഷൻ പോലെ അവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ജീവജാലങ്ങൾക്കും പക്ഷിമൃഗാദികൾക്കും നമ്മളുടെ ഒരു ക്ലബ്ബ് സംഭാവന ചെയ്യുന്നത് വളരെ നല്ല കാര്യം. പക്ഷെ അതിനോട്ട് മീഡിയ അറ്റൻഷൻ പറയുന്നത് ഭയങ്കര ഹെവി അറ്റൻഷനാണ് കിട്ടിയത്. മീഡിയാസ് പലതും വന്ന് നമ്മളെ ഇന്റർവ്യൂ ചെയ്തു, എടുത്തു. പക്ഷേ ഇതിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ സംതൃപ്തി നേടിയത് ഒരു കാര്യമുണ്ട്. പക്ഷികളെ വെള്ളം കുടിക്കുന്നത്, പക്ഷി വെള്ളം കുടിക്കുന്ന ചിത്രം നമുക്ക് കിട്ടിയത് അത് ഒരു ഭയങ്കര ഫീൽ അല്ലേ? അങ്ങനെയായിരുന്നു. അത് ശരി. അതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്ന ഫീല്. പിന്നെ നമ്മൾ വൃക്ഷത്തൈകളില് നമ്മളത് പരിസ്ഥിതി എന്ന് പറയുന്നതാണ്. ഏതൊരു കാര്യം ചെയ്യുന്നതിനും അതിന് വേണ്ടത് പാഷനാണ്. നമ്മൾ ഉദ്ദേശിച്ചത് ഒരു 4-5 തൈകൾ വെച്ച് ഒരു സന്ദേശം. അപ്പോൾ ദാസേട്ടൻ പറഞ്ഞത് 15 വേണം എന്നാൽ മാത്രമല്ലേ ആവുന്നുള്ളൂ. നമ്മൾ ബാക്കിയുള്ള ക്ലബ്ബുകാരന്മാരി ഒരു 3-4 എണ്ണം വെക്കുന്നത് ശരിയല്ല കേട്ടോ. ഇത് ദീപം സുരേഷിൻ്റെ അടുത്ത് എത്തിയപ്പോൾ നേരെ വേക്കൻ്റ് ആയ ലാൻഡ് മുഴുവൻ 30 എണ്ണത്തിൽ പുള്ളി അവിടെ നിങ്ങൾ എത്തിച്ചു. മനസ്സിലായില്ലേ? അത് നമ്മൾ ആ ദിവസം നമുക്ക് വേൾഡ് എൻവയറൺമെന്റ് ഡേ അന്ന് നമ്മുടെ പാർട്ടിസിപ്പേഷൻ നന്നായിരുന്നു. എന്താണ് സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് നമ്മുടെ മുന്നിലിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അംഗങ്ങൾ, അവരാണല്ലോ നമ്മുടെ കരുത്ത്. നമ്മുടെ ഓരോ അംഗങ്ങളാണ് നമ്മുടെ സംഘടനയുടെ കരുത്ത്. നമ്മുടെ പ്രിയപ്പെട്ട അംഗങ്ങളോട് സെക്രട്ടറിക്ക് എന്താണ് പറയാനുള്ളത്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പ്രിയപ്പെട്ട മെമ്പേഴ്സാണ്. അവരാണ് ഇതിൻ്റെ എല്ലാറ്റിൻ്റെയും ബാക്ക് ബോൺ. അപ്പോൾ മെമ്പേഴ്സിൻ്റെ അടുത്ത് എല്ലാവരുടെ അടുത്തും നിങ്ങൾ വളരെ ആക്റ്റീവായിട്ട് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. മജീഷ്യൻ മുതുകാട് പലപ്പോഴും പറയാറുണ്ട്. കാരണം രവീന്ദ്രനാഥ ടാഗോർ അവസാനം മരിക്കുന്ന സമയത്തിൽ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വീഴുണ്ടായിരുന്നു. അത് ചോദിച്ചു, അയ്യോ താങ്കൾ നോബൽ സമ്മാനം നേടിയിട്ടുള്ള ആളാണ്, ഇന്ത്യയിലെ തന്നെ ലോകത്തിൽ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ആളാണ്, താങ്കൾ നേടാത്ത യാതൊരു കാര്യമില്ല, പിന്നെ താങ്കൾ എന്തിനെ ആലോചിച്ചിട്ടാണ് കണ്ണിൽ നിന്ന് വെള്ളം വരുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ അദ്ദേഹം മരിക്കുന്ന വാക്കൊന്ന് പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്കിനി പാടാൻ പറ്റാത്ത ചിലതും പാടിയില്ല, ഞാൻ തമ്പുരുന്നേക്ക് വെറുതെ സമയം കളഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പാടിയത്. എപ്പോഴും പറയുന്നുണ്ട് അദ്ദേഹം. അത് എത്രത്തോളം എന്താണ് അതിൻ്റെ കൃത്യമായ സത്യങ്ങൾ എന്താണെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഈ വാക്കുകളൊന്നും എന്നെ സ്പർശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ മെമ്പേഴ്സിൻ്റെ അടുത്ത് പറയാനുള്ളത്, നിങ്ങൾക്ക് ചെയ്യാനുള്ളത് നിങ്ങൾ ഇമ്മീഡിയറ്റ് ചെയ്യൂ. നിങ്ങൾ കാത്തിരിക്കേണ്ട. നിങ്ങൾക്കുള്ള സമയത്ത് നിങ്ങളുടെ ക്ലബ്ബാണ്. എല്ലാ സമയത്തും നിങ്ങൾക്ക് ഏത് കാര്യങ്ങൾ വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് ചെയ്യാനായിട്ട് മുന്നോട്ട് വരാം. അതിന് ഞങ്ങളുടേതായിട്ടുള്ള സപ്പോർട്ട് ഉണ്ടാവും. പ്രിയമുള്ളവരെ, പറയുന്ന വാക്കും ചെയ്യുന്ന പ്രവൃത്തിയും പരിശുദ്ധമാവുക എന്നത് ഒരു ആപ്തവാക്യമാണ്. അത് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ഒരു വർഷത്തെ പ്രവർത്തന പദത്തിലൂടെ ഉള്ള ദൃശ്യഭാഷയിലാണ് നമ്മുടെ സെക്രട്ടറി ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ സംഘടനയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് സൂചിപ്പിക്കാനുള്ളത്, നിങ്ങളുടെ ഒരു സപ്പോർട്ട്, നിങ്ങളുടെ ഒരു പിന്തുണ, അതാണ് നമ്മുടെ സംഘടനയെ ഇന്നും ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് നയിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ, അത് പ്രത്യേകിച്ച് വാർത്താമാധ്യമങ്ങളെല്ലാം തന്നെ വളരെയധികം അതിന് എല്ലാവിധ പ്രാധാന്യവും നൽകുന്നു എന്നത് ഒരു പ്രത്യേകതയാണ്. അത് നമ്മുടെ ഒരു കൂട്ടായ്മയുടെ ഭാഗം കൂടിയാണ്. എല്ലാവരുടെയും
വളരെ ക്രിയാത്മകമായ പ്രവർത്തനമാണ് നമ്മുടെ സംഘടനയുടെ വിജയകരമായ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഏറ്റവും കൂടുതൽ കരുത്ത് പകരുന്നത്. പ്രിയപ്പെട്ട എല്ലാ അംഗങ്ങൾക്കും ഹൃദയോഷ്മളമായ അഭിവാദനങ്ങൾ. ഇനി വരും ദിവസങ്ങളിൽ, വരും വർഷങ്ങളിൽ, വരും മാസങ്ങളിൽ എല്ലാം തന്നെ നമുക്ക് എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരേ മനസ്സോടുകൂടി നമ്മുടെ സംഘടനയെ മുന്നോട്ട് നയിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി, നമസ്കാരം. ജീവിതശൈലീ രോഗങ്ങളെ അതിജീവിക്കാനും ആരോഗ്യകരമായ ഉന്മേഷത്തിനും നടത്തം ജീവിതചര്യയാക്കിയവരുടെ കൂട്ടായ്മയായ 100 ഫീറ്റ് വാക്കേഴ്സ് ക്ലബ്ബ് നൂറടി റോഡിലൂടെ രാവിലെയും വൈകിട്ടും നടക്കുന്നവരെ ചേർത്ത് നിർത്തി സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങളിലൂടെ സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഊഷ്മളത പടർത്തി ക്രിയാത്മകമായ കർമ്മപഥത്തിലൂടെ ഒന്നാം പിറന്നാളിൻ്റെ മധുരവുമായി പ്രൗഢിയോടെ പ്രയാണം തുടരുകയാണ്.